ഇതെന്തിനാ അപ്പം ഇങ്ങനെയൊക്കെ മടക്കുന്നത്? നാളെ ഇത് തന്നെയല്ലേ എടുത്തിടേണ്ടത്? പിന്നെ ഇതെല്ലാം ഇങ്ങനെ മടക്കി വെക്കുക, ഇതെന്താ ഇങ്ങനെ മ്യൂസിയത്തിലോ ഷോക്കേസിലോ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നതാ? അങ്ങനെയൊക്കെ ചിന്തയുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണണ്ട കേട്ടോ. പക്ഷേ എനിക്ക് ഒരുപാട് കമൻസ് വന്നിരുന്നു, ചേച്ചി തുണി മടക്കി വെക്കുന്ന ഒരു വീഡിയോ ഇടുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു രീതിയിലൊക്കെ മടക്കുകയാണെങ്കിലേ നമുക്ക് അലമാരിയിൽ ഒരുപാട് സ്ഥലം കിട്ടും കേട്ടോ. പിന്നെ മക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ അടിയിൽ നിന്നൊക്കെ എടുത്ത് വലിച്ചിടുമല്ലോ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കൂടെ ഇടിഞ്ഞ് വീഴും. പക്ഷേ എന്നാലും നമ്മൾ മടക്കി വെച്ച തുണി അഴിഞ്ഞു പോവുകയില്ല. അതുമാത്രമല്ല കേട്ടോ, ഇത് മടക്കാൻ നോർമലി ഒരു ഡ്രസ്സ് മടക്കുന്ന അത്ര സമയം മാത്രമേ വേണ്ടൂ. ഒരു പാൻറ്റോ ജീൻസോ ഒക്കെ ആണെങ്കിൽ രണ്ട് കാലും ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് അത് ജോയിൻ്റ് ആയിട്ടുള്ള ഭാഗമില്ലേ, അതായത് അത് നമ്മുടെ സൈഡിലേക്കാക്കി വെക്കണം. എന്നിട്ട് അത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ബെൽറ്റ് ഇടുന്ന ഭാഗമില്ലേ അത് ഇതേപോലെ അങ്ങ് മടക്കുക. എന്നിട്ട് ഈ രണ്ട് കാലം ഒരുമിച്ച് വെച്ചതിൽ ഒരു കാലെടുത്തിട്ട് ഓപ്പോസിറ്റായിട്ട് ഇതേപോലെ അങ്ങ് വെക്കുക. എന്നിട്ട് വീണ്ടും ആ മടക്കിയ ഭാഗം ഇങ്ങ് മടക്കുക. എന്നിട്ട് കാലിൻ്റെ ഭാഗമില്ലേ മറ്റേ സൈഡിലുള്ളത് അതൊന്നങ്ങ് മടക്കി ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ തള്ളി വെച്ചിട്ടുള്ള ആ കാലില്ലേ അത് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തിരികെ വെച്ചാൽ മതി. പറയുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ വിചാരിക്കും ഒരുപാട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ സ്ഥിരമായിട്ട് ഇതേ രീതിയിലാണ് മടക്കുന്നതെങ്കിൽ നോർമലി നമ്മളൊരു പാൻറ്റ് എങ്ങനെയാണോ മടക്കുന്നത് അതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. ഇത് നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോവുകയാണെങ്കിൽ സൂട്ട് കേസിലൊക്കെ വെക്കുമ്പോൾ ഈ രീതിയിൽ മടക്കുന്നതായിരിക്കും ഏറ്റവും സൗകര്യം. കാരണം ഇതിങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഷെയ്ക്കൊക്കെ ആകുമ്പോഴും നമ്മൾ അയൺ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും ഇളകി പോവുകയില്ല. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴില്ലേ ഹസ്ബൻഡ് ചോദിക്കും, ഇതെന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, അങ്ങ് എടുത്ത് എങ്ങനെയെങ്കിലും അങ്ങ് മടക്കി വെച്ചാൽ പോരെ, ഞാനല്ലേ ഇടുന്നതെന്ന്. പക്ഷെ ഞാൻ പറയും, ഞാനല്ലേ ഇത് മടക്കുന്നത്, എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. കാരണം നമുക്കിത് ശീലമായി കഴിഞ്ഞാൽ വേറെ രീതിയിൽ മടക്കാൻ തോന്നില്ല. ഈ ഒരു പാൻറ്റില്ലേ ഇതിപ്പോൾ നീ കണ്ടോ, ആ ഒരു ജോയിൻ്റ് ഭാഗം ഇത് ഞാൻ ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് മടക്കിയതാണ്, എൻ്റെ സൈഡിൽ വെച്ചതല്ല. എന്നാലും നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളും ഇതേപോലെ ചെയ്താലും വൃത്തിയിൽ കിട്ടും കേട്ടോ. പക്ഷേ കുറച്ചും കൂടെ നീറ്റായിട്ട് കിട്ടുക ആ ഒരു മടക്കുന്നത് നമ്മുടെ സൈഡിലേക്ക് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ അലമാരി തുറക്കുമ്പോഴില്ലേ നല്ല വൃത്തിയിൽ കാണണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും ഇതിനോട് യോജിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ശീലിച്ച് കഴിഞ്ഞാലേ നമുക്കിപ്പോൾ 1-2 ദിവസം നമ്മൾ മടക്കി വെച്ചിട്ടില്ലെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ തോന്നും. ആ ഒരു അടുക്കും ചിട്ടയും നമ്മുടെ ആ ഒരു കള്ളി തുറക്കുമ്പോൾ കാണുമ്പോഴേ അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം വേറൊരു രീതിയിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ തന്നെ അങ്ങ് മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ മാതിരി ആ ജോയിൻ്റ് ഭാഗമില്ലേ ആ ജോയിൻ്റ് ഭാഗം നേരത്തെ ചെയ്തതുപോലെ തന്നെ കേട്ടോ, അത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മുടെ ബെൽറ്റ് ഇടുന്ന ഭാഗം ഇങ്ങോട്ടേക്ക് വെക്കുക. ഇനി എന്താ ചെയ്യുന്നതെന്നറിയോ, അങ്ങേ അറ്റം ഇല്ലേ അവിടെ നിന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ആ ഒരു ബെൽറ്റ് ഇടുന്ന ഭാഗം നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ചില്ലേ അവിടെ ഒരു പോക്കറ്റ് പോലെ ആയത് കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് ഇതങ്ങ് തിരികെ വയ്ക്കുക. ഇതും നല്ലൊരു രീതി തന്നെയാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇളകി പോകാതിരിക്കും. പക്ഷേ എനിക്ക് ഇതിനോട് അത്ര യോജിപ്പില്ലാത്തതിന് കാരണം വേറൊന്നുമല്ല, ഞാൻ ആദ്യത്തെ രീതി ആദ്യമേ ശീലിച്ച് പോയതുകൊണ്ടാണ്. ഒന്ന് നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ സ്പീഡ് കിട്ടുമല്ലോ. അപ്പോൾ ഇതിനേക്കാളും എനിക്ക് സ്പീഡ് കിട്ടുക ആദ്യം കാണിച്ച രീതിയാണ്. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിലും ചെയ്തു നോക്കുമ്പോൾ എളുപ്പം ഇതിനേക്കാളും അതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് പെർഫെക്ഷൻ കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുക. അപ്പോൾ ഞാൻ ഇതും അതുപോലെ തന്നെ അങ്ങ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കട്ടെ. പിന്നെ ഇല്ലേ പണ്ടേ എൻ്റെ ഒരു ശീലമായിരുന്നേ, എല്ലാ പണിയും ചെയ്തിട്ട് അവസാനം അതിൽ നിന്ന് തുണി എടുക്കുന്നത് വരെ ഓക്കെ, അത് മടക്കി വെക്കുന്ന സമയത്ത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല, ഒരു മടി ഇങ്ങ് കയറി വരും. എന്നിട്ടോ അതങ്ങ് ബെഡിലോ അല്ലെങ്കിൽ കസേരയിലോ എവിടെയെങ്കിലും എഴുങ്ങിടും. പിന്നെ മടക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ചിലപ്പോൾ അന്ന് മടക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കസേര ആകുമ്പോൾ എല്ലാവരും കാണുമല്ലോ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും മുറിയിൽ ബെഡിലങ്ങ് കൊണ്ടുവിടും. നാളെ മടക്കാമെന്ന് വിചാരിക്കും, നാളെ ആകുമ്പോൾ നാളത്തെയും കൂടെ കൂടും. അങ്ങനെ കൂടി കുന്നായിട്ട് അവസാനം ഞാൻ ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയും അതിൽ തന്നെ എടുത്തിട്ട് അയൺ ചെയ്തിട്ട് അങ്ങ് ഇട്ടോന്ന്, എനിക്ക് ബാക്കിയല്ലേ മടക്കേണ്ടതെന്ന് പറയും. അങ്ങനെയൊക്കെ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഭയങ്കര പണിയല്ലേ നമുക്കിങ്ങനെ പണി കൂട്ടി വെക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഓരോ ദിവസത്തെ നമുക്ക് മടക്കാൻ പറ്റിയില്ലെങ്കിലും 2 ദിവസം കൂടുമ്പോഴെങ്കിലും പെട്ടെന്ന് തന്നെ അങ്ങ് മടക്കി അങ്ങ് തീർത്ത് കളയും. ഇനിയിപ്പം ഒരു നൈറ്റ് ഡ്രസ്സ് നമുക്ക് മടക്കിയെടുത്താലോ, പലപ്പോഴും ഉള്ളൊരവസ്ഥയല്ലേ, ടോപ്പ് കിട്ടുമ്പോൾ ബോട്ടം ഉണ്ടാവില്ല, ബോട്ടം കിട്ടുമ്പോൾ ടോപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണാതാവുന്ന പ്രശ്നം വരില്ല. അപ്പോൾ ഇത് നമ്മൾ ആദ്യം മേലെയുള്ള ഭാഗം ടോപ്പ് ഒന്നങ്ങ് മടക്കുന്നു. ഇപ്പം ഞാൻ ആദ്യം ഈ രീതിയിലാണ് മടക്കുന്നത്. എങ്ങനെയാണ് മടക്കിയാലും കുഴപ്പമില്ല, കാരണം ഇതല്ല ഇതിൻ്റെ വിഷയം. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ കാണിച്ചിട്ട് ഇനിയിപ്പം ഇത് തിരിച്ചിട്ട് ഞാൻ കാണിക്കാം. അതായത് ചിലത് ഇങ്ങനെ ആയിരിക്കില്ല, 2 കൈയുടെ ഭാഗമോ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗവും ഒരുമിച്ച് മുട്ടിച്ചിട്ട് ഇങ്ങനെ മടക്കുന്നുണ്ടാവും. അപ്പം എങ്ങനെ മടക്കിയാലും കുഴപ്പമില്ല. ഇങ്ങനെ നമുക്ക് ഡ്രസ്സിൻ്റെ സെറ്റൊക്കെ മടക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ, വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടിട്ട് കുട്ടികൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോഴായിരിക്കും ഇവർ കുളിയും കഴിഞ്ഞിട്ട് അമ്മയെ എൻ്റെ പാൻറ്റ് കാണുന്നില്ല അല്ലെങ്കിൽ അമ്മയെ എൻ്റെ ടീഷർട്ട് കാണുന്നില്ല എന്ന് വിളിച്ച് പറയും.
രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നെടുക്കുമ്പോൾ അതിൽ നിന്ന് രണ്ടും അങ്ങ് കിട്ടുമല്ലോ. ഇതാണ് ഇങ്ങനെ ഒരു ചെയ്താലുള്ളൊരു ഗുണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിപ്പം ഏതെങ്കിലും രീതിയിൽ ടോപ്പ് നമ്മൾ മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അങ്ങ് പാൻറ്റ് മടക്കുക. അതായത് നമ്മൾ പാൻറ്റ് 2 കാലും കൂടെ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ആ ജോയിൻ്റ് ആകുന്ന ഭാഗമില്ലേ, അത് നമ്മുടെ ഭാഗത്തേക്ക് വെച്ചിട്ടും ചെയ്യാം. ഇതിപ്പം ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തിൻ്റെ കാര്യമാണ് ഞാൻ എപ്പോഴും ജോയിൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അതിപ്പം ഇങ്ങനെ നേരത്തെ പാൻറ്റിൽ ചെയ്തതുപോലെ തന്നെ ഉള്ളിലേക്കാക്കിയിട്ട് വെക്കുക. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അധികം വീതി കിട്ടേണ്ട, കുറച്ച് വീതി കുറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവിടെ മടക്കിയിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ കാല് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു ടോപ്പില്ലേ, ആ ഒരു ടോപ്പ് ഇവിടെ അങ്ങ് വെക്കുക. എന്നിട്ട് ഈ പറഞ്ഞ മാതിരി എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ആക്കിയിട്ട് മടക്കിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു കാലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നല്ല നീറ്റാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഇത് ഈ പറഞ്ഞ മാതിരി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നും കാണാതിരിക്കുന്ന പ്രശ്നമില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റൊക്കെ അതിലുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇങ്ങനെ മടക്കുന്നതുകൊണ്ടുള്ള വേറൊരു ഗുണം എന്താണെന്നറിയോ, ചിലപ്പം അലമാരയിൽ നിന്ന് നമ്മളോ അല്ലെങ്കിൽ മക്കളോ അടിയിൽ നിന്ന് എന്തെങ്കിലും വലിക്കുമ്പോഴായിരിക്കും മേലയിൽ നിന്ന് ഇതെല്ലാം കൂടി നിലത്തേക്ക് വീഴുക. പക്ഷേ ഈ രീതിയിലാണ് മടക്കുന്നതെങ്കിൽ നിലത്ത് വീണാൽ പോലും ഇതൊന്നും അഴിഞ്ഞു പോകില്ല. പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ സ്ഥലത്ത് തന്നെ എടുത്ത് വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഷർട്ട് മടക്കി നോക്കാം. ഷർട്ടൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ ബട്ടൺ ഇടുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളെല്ലാം ഓടി അങ്ങ് പോകും തോന്നുന്നു. പക്ഷേ ബട്ടണൊന്നും ഇല്ലാതെ ഇതേപോലെ മടക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിലും നമുക്കൊരു പെർഫെക്ഷൻ വേണമെങ്കിൽ ഒന്നുമില്ല, എല്ലാ ബട്ടണൊന്നും ഇടേണ്ട ആവശ്യമില്ല. മുകളിലത്തെയും താഴത്തെയും നടുവിലത്തെയും മാത്രം ഇടുക. 3 ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചിടുക. അതായത് നമ്മൾ കീശയൊക്കെ വരുന്ന ഭാഗമില്ലേ, അത് നമ്മുടെ ആ ടേബിളിനോട് ചേർന്ന് വെക്കുന്ന രീതിയിൽ ഇതേപോലെ അങ്ങ് തിരിച്ചിടുക. എന്നിട്ട് നമ്മുടെ 2 കൈയില്ലേ, 2 കൈയുടെ ഭാഗം ഇങ്ങോട്ടേക്ക് മടക്കി വയ്ക്കുക. അതായത് ആ ഷോൾഡറിന് നമ്മുടെ കോളറിൽ നിന്ന് ഒരു 2 ഇഞ്ച് അകലത്തിലാണ് ആ ഷോൾഡറിൻ്റെ ഭാഗം മടക്കുന്നത്. നമ്മൾ ഷർട്ടൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റൈലില്ലേ, ആ രീതിയിൽ. പക്ഷേ അത്ര നീളത്തിലല്ല ഇത് ചെയ്യുന്നത്, മടക്കിയിട്ടാണെന്ന് മാത്രം. ഇതേപോലെ അങ്ങ് മടക്കിയിട്ട്, അതായത് ആ ഒരു കോളറിൽ നിന്ന് ഷോൾഡറിലേക്ക് വരുന്ന ഭാഗത്ത് 2 ഇഞ്ച് കണക്കായിട്ട് മടക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും മടക്കുക. അപ്പോൾ നമുക്ക് അലമാരയിൽ മടക്കുമ്പോൾ എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇത് മടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. എന്നിട്ടിപ്പം നമ്മൾ താഴത്തെ ഭാഗയില്ലേ, അവിടെ നിന്ന് ഇതേപോലെ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ, അതായത് നമ്മുടെ കോളറുടെ അടുത്തേക്ക് മടക്കിയിട്ട് വീണ്ടും ഒരു മടക്കും കൂടെ മടക്കുക. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ഷർട്ട് മടക്കുന്നത്. പക്ഷേ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടാൽ വീഴ് പോവില്ല, അല്ല ഇളകിപ്പോവില്ല എന്നൊന്നുമല്ല, ഇളകിപ്പോകും. ഇനിയിപ്പോൾ നിലത്ത് വീണാലും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷേ എനിക്കിതാണ് കുറച്ചും കൂടെ സൗകര്യം. ഇനിയിപ്പം ഇത് നമുക്ക് ഇങ്ങനെ വീണാലും നമുക്ക് ഇളകി പോകാത്ത രീതിയിൽ ചെയ്യാം. അതിന് വേറൊന്നുമില്ല, നേരത്തെ പറഞ്ഞതുപോലെ മുന്നിലത്തെയും, അതായത് മുകളിലത്തെയും നടുവിലത്തെയും താഴത്തെയും ബട്ടൺ മാത്രം ഇടുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ തിരിച്ചങ്ങ് ഇട്ടതിന് ശേഷം ആ ഷോൾഡറിൻ്റെ അടുത്തുനിന്ന്, അതായത് കോളറിൽ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തേക്കില്ലേ, അവിടുന്ന് 2 ഇഞ്ച് ഒരു അകലത്തിൽ എസ്റ്റിമേറ്റ് എടുത്താൽ മതിയേ. ഇങ്ങനെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നത് മാത്രം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാ സ്റ്റെപ്പും ചെയ്യുക. എന്നിട്ട് അടിയിലത്തെ ഭാഗയിലെ ആ അടിയിലത്തെ ഭാഗം കുറച്ച് ഇങ്ങോട്ടേക്ക് മടക്കുക. നമ്മൾ നേരത്തെ ഇങ്ങനെ മടക്കാൻ കൊണ്ടുവന്നതല്ലേ, കുറച്ച് ഭാഗം മാത്രം മടക്കിയിട്ട് അവിടെ ഒരു പോക്കറ്റ് പോലെ ആക്കുക. അപ്പം എന്നിട്ട് എന്താ ചെയ്യുക, ഇത് മടക്കിയിട്ട് ആ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇതങ്ങ് തിരികെ കയറ്റുക. അപ്പോൾ ഇതാണ് നമുക്ക് വീണാലും ഇളകാത്തൊരു രീതി. പക്ഷേ എനിക്കിതിനോട് പേഴ്സണലി യോജിക്കാൻ പറ്റാത്ത എന്താണെന്നറിയോ, ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അയൺ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പക്ഷേ ആദ്യം ചെയ്ത രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ ചുളിവൊന്നും വരുന്നില്ല. അയൺ ചെയ്യണം, എന്നാലും നമ്മൾ ഇസ്തിരി ഇടുന്ന മുന്നേ എങ്ങനെയാണോ ഉള്ളത്, മടക്കുന്നതിൻ്റെ മുന്നേ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ ഉണ്ടാകും. പക്ഷേ പാൻറ്റിൻ്റെയോ ജീൻസിൻ്റെയോ കാര്യത്തിൽ ഇതേപോലെ അങ്ങനെ, അതായത് ഉള്ളിലേക്ക് ഇങ്ങനെ തിരികെ വെച്ചാൽ അങ്ങനെ ചുളിവും കാര്യങ്ങളൊന്നും വരുന്നില്ല. എനിക്ക് തോന്നുന്നത് അത് ചിലപ്പം കുറച്ചും കൂടെ കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ മൂന്നാമത്തെ രീതി എന്ന് പറയാം, സാധാരണ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അങ്ങ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു മേലത്തെ ഭാഗത്ത് നമ്മൾ കുറച്ച് വീതി കുറച്ചിട്ട് താഴെ വരെ മടക്കി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ താഴേട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ, അതായത് നമ്മൾ ആ ബട്ടൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതൊരു തലയണയുടെ കവർ ഇടുന്നത് പോലെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇടുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് അലമാരിയിൽ ഒതുങ്ങിക്കോളും. ഇതിപ്പോൾ ഈ ഒരു ഭാഗത്താണ്, ഇതാണ് ഞാൻ പറഞ്ഞത്, തലയണയുടെ കവർ ഇടുന്നത് പോലെ ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് അങ്ങ് ചെയ്താൽ മതി. പിന്നെ അലമാരയിൽ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളതാണെങ്കിൽ കുറേ സാധനങ്ങൾ വെക്കണമെങ്കിൽ ഈ ഒരു മെത്തഡ് ഫോളോ ചെയ്യാം. പക്ഷേ ഇതും ഒരു എന്താ പറയുക, ഇതിനും ഒരു വേറൊരു മൈനസ് എന്ന് പറയുന്നത്, ചുളിവ് നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഇസ്തിരി ഇടേണ്ടി വരും, അയൺ ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ. പക്ഷേ ഞാൻ നേരത്തെ ചെയ്തതുപോലെ, അതായത് ആദ്യം ചെയ്ത മെത്തേഡാണെങ്കിൽ നമുക്ക് അങ്ങനെ ചുളിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഷർട്ടിന് എങ്ങനെയാണോ ചുളിവുള്ളത് അതുപോലെ തന്നെയായിരിക്കും ഇടാൻ നേരത്തെ ഉണ്ടാവുക. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപാട് നമ്മൾ ചുളിവ് നീക്കാൻ വേണ്ടിയിട്ട് അയൺ ചെയ്യേണ്ടി വരും. പക്ഷേ എങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടാലും നിലത്ത് വീണാലൊന്നും ഇത് അഴിഞ്ഞു പോവില്ല. ഇതിപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കിത് നടക്കില്ല.
അതുകൊണ്ട് ഞാനിത് അഴിച്ചിട്ട് ഞാൻ ചെയ്യുന്ന രീതിയിലേക്ക് അങ്ങ് മാറ്റിയെടുക്കുകയാണേ. ഇനിയിപ്പോൾ നമുക്ക് ഷർട്ട് മടക്കുന്ന രീതിയിൽ തന്നെ ടീഷർട്ടും മടക്കാം. പക്ഷേ അവസാനം ചെറിയൊരു വ്യത്യാസം, അതായത് നമ്മൾ ഇതിൽ തന്നെ പോക്കറ്റ് ആക്കിയിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടില്ലേ, രണ്ടാമത്തെ മെത്തേഡ്, അതിൽ തന്നെയാണ് നമ്മുടെ ടീഷർട്ടും ചെയ്തത്. അപ്പോൾ കുറേ മെത്തേഡ് കാണിക്കുന്നത്, കുറേയൊന്നുമല്ല, എന്നാലും 2-3 മെത്തേഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായിട്ടുള്ളത് അതെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ അങ്ങ് ശീലിക്കുക. അപ്പോഴാണ് നമുക്ക് ആ സ്പീഡ് കിട്ടിയിട്ട് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നോർമലി നമ്മളെങ്ങനെയാണോ ചുരുട്ടിക്കൂട്ടി വെക്കുന്നത് അത്ര സമയം മാത്രമേ ഇതിന് വേണ്ടി വരൂ. അതാ ഒരു പ്രാക്ടീസും ഉണ്ട്. എല്ലാ മെത്തേഡും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്പീഡ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സൗകര്യമുള്ളത് ഒന്ന് മാത്രം സെലക്ട് ചെയ്തിട്ട് അത് രീതിയിൽ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ടീഷർട്ട് ആണെങ്കിൽ ഇതേപോലെ തന്നെ അങ്ങ് മടക്കിയിട്ട് ശേഷം നേരത്തെ നമ്മൾ ഷർട്ട് മടക്കിയിട്ടില്ലേ അതുപോലെ തന്നെ, പക്ഷേ ഇവിടെ ഇങ്ങനെ പോക്കറ്റ് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഷർട്ട് മടക്കുന്നതും പാൻറ്റ് മടക്കുന്നതൊക്കെ ഈ രീതി കാണിച്ചിട്ടുണ്ട്. എല്ലാം സെയിം തന്നെയാണ്. നമ്മളിപ്പം പല രീതിയിൽ ഓരോന്നോരോന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാത്തിനും ചെറിയ ചെറിയ കണക്ഷൻ ഉണ്ട്. കണ്ടോ എത്ര നീറ്റായിട്ട് ഇത് വന്നിരിക്കുന്നത്. ഒരു തീപ്പെട്ടിയുടെ ബോക്സ് പോലെ അല്ലെങ്കിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പം ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഏതാ കാണിക്കേണ്ടത്? ഹൂഡിയില്ലേ, ഹൂഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ ഭാഗത്തും കൂടെ കവർ ചെയ്യുന്ന കുട്ടികളുടെ കയ്യിലൊക്കെ കാണുന്ന ഒരു ടീഷർട്ട്, അത് എങ്ങനെയാണ് നല്ല നീറ്റായിട്ട് മടക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതൊക്കെ അലമാരയിൽ വെക്കുമ്പോഴേ 3-4 ഡ്രസ്സുകൾ വെക്കേണ്ട സ്ഥലം എടുക്കും. നമ്മൾ നോർമലി മടക്കി വെക്കുമ്പോൾ എല്ലാം കൂടെ ഉരുണ്ട് വീഴുകയും ചെയ്യും. പക്ഷേ ഈ ഒരു രീതിയിലാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതായത് തിരിച്ച് ഇങ്ങനെ ഇട്ടതിന് ശേഷം ആ ഒരു തല കവർ ചെയ്യുന്ന ഭാഗം അങ്ങോട്ടേക്ക് നീക്കുക. എന്നിട്ട് നമ്മൾ ഷർട്ട് മടക്കുന്നത് പോലെ തന്നെ, ഷർട്ട് മടക്കുമ്പോൾ ഈ കൈ അതിൻ്റെ ഉള്ളിലാക്കുന്നില്ലേ, പക്ഷേ ഇത് അതിങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെ ആക്കിയതിന് ശേഷം കൈ പുറത്തേക്ക് ഇങ്ങനെ രണ്ടും അങ്ങനെ ഒരു തള്ളി നിൽക്കുന്നത് പോലെ ആക്കുക. എന്നിട്ട് നമ്മുടെ തല കവർ ചെയ്യുന്ന ഭാഗമില്ലേ അതിങ്ങനെ ഉള്ളിലാക്കിയിട്ട് നമ്മുടെ ആ ഒരു കൈയുടെ ഭാഗമില്ലേ അവിടെ കൈ വെച്ചിട്ട് ഇത് കറക്റ്റിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് എക്സസ് ഉള്ള ഭാഗം അങ്ങ് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും തള്ളി നിൽക്കുന്ന കൈയില്ലേ അത് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് അവിടെയും ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, അപ്പുറത്തെ സൈഡിലും ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിനനുസരിച്ചിട്ട് അങ്ങ് ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി. കണ്ടോ നല്ല വൃത്തിയായിട്ട് ഇത് മടക്കാൻ പറ്റില്ലേ. ഇതിപ്പോൾ ആ ഒരു തലയുടെ ഭാഗം ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഹൂഡിയാണെന്നൊന്നും മനസ്സിലാവില്ല. നോർമൽ ഒരു ടീഷർട്ട് വെക്കുന്ന ഒരു കനം മാത്രമേ ഇതിങ്ങനെ മടക്കുകയാണെങ്കിൽ ഉണ്ടാവും. പൊങ്ങി നിൽക്കുകയില്ല, ഇങ്ങനെ പതിഞ്ഞ രീതിയിൽ കിട്ടിക്കോളും. നേരത്തെ ടീഷർട്ട് ചെയ്ത് കാണിച്ചില്ലേ അതുപോലെ തന്നെ നമുക്ക് ഫുൾ സ്ലീവ് ആണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ സ്ലീവ് കൂടുതലായതുകൊണ്ട് പെർഫെക്ഷൻ കുറയൊന്നുമില്ല. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നങ്ങ് പെട്ടെന്ന് തന്നെ ഇതും കൂടെ ചെയ്തു പോകാം. ഇനിയിപ്പോൾ ഏതാ കാണിക്കേണ്ടത്? ചുരിദാറൊക്കെ ഉണ്ടാവില്ലേ, സൽവാർ സെറ്റ്, അതൊക്കെ മടക്കുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. കാരണം അത് 2-3 മെത്തേഡ് ഉണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ നല്ല ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ ട്രൗസറൊക്കെ ഉണ്ടാവില്ലേ കുട്ടികളുടെ, ആ ട്രൗസറൊക്കെ മടക്കുവാണെങ്കിൽ ഇതേപോലെ അങ്ങ് നമ്മൾ പാൻറ്റിൻ്റെ 2 കാലം വെച്ചില്ലേ അതുപോലെ വെക്കുക. എന്നിട്ട് പാൻറ്റിൻ്റെ നമ്മൾ ജോയിൻ ചെയ്ത ഭാഗം ഉള്ളിലേക്ക് വെച്ചതുപോലെ വെച്ചിട്ട് നമ്മുടെ അരക്കെട്ടിയുടെ ഭാഗമില്ലേ, നമ്മുടെ ബെൽറ്റ് ഇടുന്ന ഭാഗം എന്നൊക്കെ പറയുന്ന ഭാഗം, അത് ഉള്ളിലേക്ക് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ ഭാഗം അതിൻ്റെ ഉള്ളിൽ തിരികെ വെക്കുക, ഇൻസേർട്ട് ചെയ്ത് വെക്കുക. കണ്ടോ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്നറിയോ, നമ്മൾ ചിലപ്പോൾ ചിലർ ബോക്സിൽ ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അടുക്കി വെക്കാം. ഇനി ബോക്സ് ഇല്ലെങ്കിലും നമുക്ക് എന്താണ് അട്ടി മേലെ വെക്കുന്നതിന് പകരം ചെരിച്ച് ഇങ്ങനെ വെക്കാൻ പറ്റും. നമ്മൾ ഷെൽഫിൽ ബുക്കൊക്കെ വെക്കുന്നില്ലേ ആ രീതിയിൽ. ഇനിയിപ്പോൾ നമുക്കൊരു നൈറ്റി മാക്സി ഇല്ലേ അതൊന്ന് വൃത്തിയായിട്ട് മടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ കുത്തനെ നമുക്ക് പിടിച്ചിട്ട് പാതി മടക്കാക്കിയതിന് ശേഷം അതായത് ഒരു എന്താ പറയുക സ്ക്വയർ പോലെ കിട്ടിയാലോ, എന്നിട്ട് 2 ഭാഗത്തുനിന്നും ഇതേപോലെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് നമുക്കിപ്പം 2 സൈഡിലും പോക്കറ്റ് വരുത്താൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീതി ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഏത് ഭാഗത്താണോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഭയങ്കര വൃത്തിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാക്സി ഇങ്ങനെ മടക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതേ രീതിയിൽ തന്നെ ഫൈനൽ റിസൾട്ട് വരുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ചെയ്തത് എങ്ങനെയാണ്, രണ്ടും കൂടെ എന്താ പറയുക കുത്തനെ എടുത്തിട്ട് പകുതിയാക്കി മടക്കിയല്ലേ. പക്ഷെ നീളത്തിൽ മടക്കിയിട്ടും ഇതേപോലെ തന്നെ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. മാക്സി ഇതുപോലെ നീളത്തിൽ വെച്ചതിന് ശേഷം നമ്മുടെ കൈ വരുന്ന ഭാഗമില്ലേ അവിടെ നിന്ന് നമുക്ക് എത്രയാണോ ടോട്ടൽ വീതി വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് പകുതിയാക്കി മടക്കിയതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അറ്റത്തിൻ്റെ ഭാഗമില്ലേ അവിടെ നമുക്ക് ഒരു പോക്കറ്റ് പോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തിരികെ വെക്കാൻ പറ്റും. ആ രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. നൈറ്റി മടക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ള അണ്ടർ സ്കേർട്ട് മടക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരണ്ടേ. അണ്ടർ സ്കേർട്ട് മടക്കുമ്പോഴും നമ്മൾ ഇത് പറഞ്ഞ മാതിരി എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മടക്കിയെടുക്കാം. അതിന് നീളത്തിൽ മടക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ വെച്ചതിന് ശേഷം 2 അറ്റവും കൂടെ കൂട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു മടക്കും കൂടെ മടക്കുക. അപ്പോൾ നീളം നമ്മൾ സ്ട്രെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
എന്നിട്ട് നമ്മൾ നേരത്തെ മാക്സ് ചെയ്തതുപോലെ തന്നെ അങ്ങ് ചെയ്യുക. ഇവിടുന്ന് ഒരു പോക്കറ്റ് പോലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് ആക്കി മാറ്റുക. അപ്പോൾ ഏത് രീതിയിൽ മടക്കുകയാണെങ്കിലും നമുക്കൊരു ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം തറയിൽ വെച്ചിട്ടിരിക്കുക എന്താണ് മടക്കാനോ അല്ലെങ്കിൽ ഒരു ബെഡിൽ വെച്ച് മടക്കാനോ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടായാൽ മാത്രം മതി. ഈ ഒരു അണ്ടർസ്കേർട്ടും നമുക്ക് മാക്സി മടക്കുന്ന രീതിയിൽ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നീളത്തിൽ മടക്കിയിട്ടാണല്ലോ ചെയ്തത്. ഇതേപോലെ നമ്മൾ മാക്സി ചെയ്തതുപോലെ തന്നെ, അതായത് നമ്മൾ നടുഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ സ്ക്വയർ ആക്കിയതിന് ശേഷം ഇപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നും എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇതേപോലെ തന്നെ ചെയ്തിട്ട് 2 ഭാഗത്തും ഇവിടെ പോക്കറ്റ് വരും. ഏത് ഭാഗമാണോ നമുക്ക് ഉള്ളിൽ ഇൻസെർട്ട് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ട് പോക്കറ്റാക്കുക. എനിക്ക് തോന്നുന്നു അറ്റത്തിനേക്കാളും കുറച്ചും കൂടെ നടുഭാഗം ഇങ്ങനെ പോക്കറ്റ് വരുന്നില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് മടക്കുന്നത് കാണിക്കേണ്ടത്? നമ്മുടെ അണ്ടർഗാർമെൻറ്റ്സ് ഇല്ലേ, അണ്ടർഗാർമെൻറ്റ്സ് ഒക്കെ മടക്കുമ്പോൾ നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ മേശമേലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയാണ് വെക്കുന്നതെന്ന് തിരിയില്ല. പക്ഷേ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതാ 2 സൈഡും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് താഴെ കിടക്കുന്ന ഭാഗം അങ്ങ് ഉള്ളിലേക്ക് ആക്കി വെച്ചാൽ മതി. ഇതും നമ്മൾ നേരത്തെ ഈ ബോക്സിൽ വെക്കുന്ന രീതി ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എല്ലാം മടക്കിയിട്ട് ബോക്സിൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ അതിലങ്ങ് കൊള്ളും. അതായത് കുറേ അങ്ങ് മടക്കി വെക്കാൻ പറ്റും. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വേനൽക്കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. മഴക്കാലത്ത് നമുക്ക് ഇത്രയെങ്കിലും എല്ലാം മടക്കി വെക്കാൻ പറ്റില്ല. കാരണം ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുമല്ലോ. പിന്നെ സോക്സിൻ്റെ കാര്യമില്ലേ, 2 സോക്സ് ഇങ്ങനെ വെക്കുക, ഇതുപോലെ ചുരുട്ടി വെക്കുക. എന്നിട്ട് ഈ ഒരു അറ്റത്തെത്തുമ്പോൾ 2ൻ്റെയും നമുക്ക് കാണും. ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് അത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കവർ ചെയ്യുക. നമ്മൾ നേരത്തെ ഷർട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചുളിവ് വരും എന്നുള്ളത്, ആ മെത്തേഡായത്. ഇനിയിപ്പോൾ ലാസ്റ്റ് കണക്കുന്നത് നമ്മുടെ കർച്ചീഫാണ്. അപ്പോൾ ടവലൊക്കെ ഇതേപോലെ അങ്ങ് നമുക്ക് മടക്കാം. പക്ഷേ അങ്ങനെ മടക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി നിലത്ത് വീണൊക്കെ ഇളകിപ്പോവും. പക്ഷേ ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ ഇതുപോലെ നമുക്കൊരു പോക്കറ്റ് പോലെ കിട്ടും. ആ പോക്കറ്റിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്താൽ മതി. അത് വലുതും ചെറുതും എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇതും ബോക്സിൽ വെക്കുമ്പോൾ നല്ല സൗകര്യമായിരിക്കും. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച ബോക്സാണ് കേട്ടോ. ഇതിങ്ങനെ 3 സെറ്റ് ഉണ്ട്, വലുത് ചെറുതായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം ഒന്നങ്ങ് അടുക്കി വെക്കുന്നത് കാണിച്ചു തരാം. ഇതിപ്പം ടവൽ മാത്രമായിട്ട് ഒരു ബോക്സിലേക്ക് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ സോക്സ് മാത്രമായിട്ട്, അല്ലെങ്കിൽ അണ്ടർഗാർമെൻറ്റ്സ് മാത്രമായിട്ട്, അങ്ങനെ ഓരോന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചാൽ തന്നെ കുട്ടികൾക്കൊക്കെ എടുക്കുമ്പോഴും സൗകര്യമായിരിക്കും. നമ്മളെന്തായാലും ചെയ്യുന്ന പണിയാണല്ലോ, അതൊന്ന് വൃത്തിയും വെടുപ്പിലും ചെയ്യുന്നതെന്ന് മാത്രം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താണെങ്കിലും പറയണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻസിൽ അറിയിച്ചോളൂ. ഞാൻ എന്തായാലും ഇന്നുവരെ ഞാൻ ആർക്കും റിപ്ലൈ തരാതിരുന്നിട്ടില്ല. എത്ര തിരക്കാണെങ്കിലും എത്ര വൈകിയാണെങ്കിലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം സപ്പോർട്ട് ചെയ്യണേ. അതായത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.